തർക്കം രൂക്ഷം. PJ ജോസഫിന് ശേഷം നേതൃത്വം ആർക്കെന്നതിലാണ് തർക്കം. മന്ത്രിസ്ഥാനം ആർക്കെന്നതിലും തർക്കം ഉയരുകയാണ്. PJ ജോസഫിന്റെ മകൻ അബു ജോസഫ് മത്സരിക്കണമെന്നാണ് മോൻസ് ജോസഫ് വിഭാഗത്തിന്റെ ആവശ്യം. കോതമംഗലത്ത് മത്സരിക്കണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു. PJ ജോസഫ് തന്നെ തൊടുപുഴയിൽ വേണമെന്ന് മറുവിഭാഗവും ആവശ്യപ്പെടുന്നുണ്ട്. ലേബി സജീന്ദ്രനാണ് ചേരുന്നത്. ലേബി, PJ ജോസഫ് തൊടുപുഴയിൽ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. പക്ഷേ പിന്തുടർച്ച ആർക്ക്? അബു ജോൺ ജോസഫ് എവിടെ മത്സരിക്കണം? ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ? ഏത് സീറ്റിൽ എന്നൊക്കെ തന്നെയും തർക്കം രൂക്ഷമാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് പാർട്ടിക്കകത്തെ ചർച്ചകൾ? ഈ ഘട്ടത്തിൽ വിനീത, കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസിൽ PJ ജോസഫ് എന്ന അനിഷേധ്യ നേതാവിന്റെ പേരിനൊപ്പം മറ്റൊരു പേരും ഈ ഘട്ടം വരെ ചേർത്ത് വായിക്കേണ്ടിയിരുന്നില്ല. എന്നാൽ 84 വയസ്സായിരിക്കുന്നു. ഈ സമയത്ത് ഇത്തവണ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഉണ്ടാകുമെങ്കിലും സ്വാഭാവികമായും തുടർന്ന് അങ്ങോട്ട് ആരായിരിക്കും PJ ജോസഫിന് ശേഷം എന്നുള്ള ചർച്ച ഇപ്പോൾ തന്നെ കേരള കോൺഗ്രസിൽ സജീവം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സമയത്ത് ഇതിൽ ഒരു പിന്തുടർച്ചയ്ക്കും ഒപ്പം തന്നെ മന്ത്രിസ്ഥാനം PJ ജോസഫ് വന്നിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തിൽ തർക്കമുണ്ടാകില്ല. എങ്കിൽ പോലും അതിലൊക്കെ PJ ജോസഫ് മത്സരിക്കാത്തൊരു ഘട്ടമുണ്ടെങ്കിൽ അതിലെല്ലാം ഇത്തരത്തിലുള്ള ചർച്ചകൾ ഒക്കെ തന്നെ സജീവമാണ്. മോൻസ് ജോസഫാണ് ഇത്തരത്തിൽ നിയമസഭയിലേക്ക് സീനിയറായി നിൽക്കുന്ന മറ്റു പ്രധാനപ്പെട്ട ആൾ. പിന്തുടർച്ച എന്നുള്ള ഒരു വിഷയം ചർച്ചയിലേക്ക് വരുമ്പോൾ പ്രധാനമായും കേരള കോൺഗ്രസിൽ 2 മുഖങ്ങൾ തന്നെയാണ്. അതിലൊന്ന് മോൻസ് ജോസഫിൻ്റെതും മറ്റൊന്ന് ഫ്രാൻസിസ് ജോർജിൻ്റെതും. രണ്ടുപേരെയും സംഘടനാ പ്രവർത്തനത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന ആളും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നതുമൊക്കെ PJ ജോസഫ് തന്നെയാണ്. മോൻസ് ജോസഫ് 96 മത്സരിക്കുന്നു, വിജയിക്കുന്നു. 2001 പരാജയപ്പെടുന്നു കടുത്തുരുത്തിയിൽ. 2006 മുതൽ കടുത്തുരുത്തിയിൽ നിന്ന് വിജയം ഇങ്ങോട്ട് ആവർത്തിക്കുന്നു. 2006 PJ ജോസഫ് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അന്ന് ആദ്യം TU കുരുള നിന്നു. TU കുരുളയ്ക്കും മാറേണ്ട വിവാദം, രാജകുമാരി ഭൂമി ഇടപാട് വിവാദമൊക്കെ വരുന്നു. അതേ തുടർന്ന് മാറുന്നു. പിന്നീട് ഇങ്ങോട്ട് മോൻസ് ജോസഫിന് ആ കുറി മന്ത്രിസ്ഥാനം അപ്രതീക്ഷിതമായി ലഭിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഇങ്ങോട്ടായാലും പാർട്ടിയിൽ വളരെ സജീവ നേതൃത്വത്തിലുള്ള ആളാണ് മോൻസ് ജോസഫ്. അതുകൊണ്ട് തന്നെ മോൻസ് ജോസഫിന്റെ പേര് സ്വാഭാവികമായും പ്രധാനമായും ഉയർന്ന പേരുമാണ്. ഫ്രാൻസിസ് ജോർജും ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ആളാണ്, പ്രധാനപ്പെട്ട നേതാവാണ്. ഇടയ്ക്ക് ജനാധിപത്യ കേരള കോൺഗ്രസിലേക്ക് പോയെങ്കിലും അദ്ദേഹം തിരിച്ചു മടങ്ങിയെത്തി. അദ്ദേഹവും സജീവമായി നിൽക്കുന്നു. PC തോമസും ഉണ്ട്. ഏതായാലും ഇത്തരത്തിൽ ആരായിരിക്കും PJ ജോസഫിന്റെ പിന്തുടർച്ചക്കാരൻ എന്നുള്ള ആലോചന ഇപ്പോൾ ശക്തം തന്നെയാണ്. PJ ജോസഫ് മത്സരരംഗത്ത് ഇത്തവണ ഉണ്ടെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയൊന്നും കാര്യമായ തർക്കം, ഒരു മന്ത്രിസ്ഥാനമാണെങ്കിൽ അതിൽ സംബന്ധിച്ച് വേറെ തർക്കമുണ്ടാകാൻ വഴിയില്ല. ഇനി ഇപ്പോൾ 10 സീറ്റ് നിലവിലുള്ളതിൽ 10ഉം ഇത്തവണ കിട്ടുകയും 10ലും വലിയ വിജയമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുമോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് മന്ത്രിസ്ഥാനത്തിലേക്ക് വീണ്ടും ഒരു പുനരാലോചന വരിക. അതുകൊണ്ട് തന്നെ മന്ത്രിസ്ഥാനം ഇപ്പോൾ PJ ജോസഫ് തൊടുപുഴയിൽ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മറ്റു തർക്കങ്ങൾ ഈ ഘട്ടത്തിൽ ഉണ്ടാവാൻ വഴിയില്ല. ഇവിടെ അപ്പോൾ ഉയരുന്ന മറ്റൊരു കാര്യം, അബു ജോസഫിനെ മത്സരിപ്പിക്കണം എന്നുള്ള കൃത്യമായ ഒരു നീക്കം ഒരു വിഭാഗം ഇവിടെ നടത്തുന്നുണ്ട്. അബു ജോസഫ് മത്സരിക്കുകയാണെങ്കിൽ തൊടുപുഴയിൽ തന്നെ മത്സരിക്കാനാണ് അബുവിന് താല്പര്യം. അബു മത്സരിക്കുമെന്നുള്ള സൂചനയായിരുന്നു അടുത്ത സമയം വരെ ഉണ്ടായിരുന്നത്. എന്നാൽ പാർട്ടിയിൽ ഒരു വിഭാഗം വളരെ ശക്തമായി PJ ജോസഫ് തന്നെ മത്സരിക്കണമെന്ന ആവശ്യത്തെ തുടർന്നാണ് ഇപ്പോൾ അദ്ദേഹം മത്സരിക്കാൻ സന്നദ്ധനായിരിക്കുന്നത്. അദ്ദേഹം തൊടുപുഴയിൽ മത്സരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് പ്രധാനമായും പറയാനുള്ള കാര്യം, കോതമംഗലത്തേക്കൊക്കെ പേര് ഉയർന്നിട്ടുണ്ട് എങ്കിലും അവിടെ ഷിബു തക്കപ്രതിന്റെ പേര് ശക്തമായി തന്നെ നിൽക്കുകയാണ്. അബു ജോസഫ് PJ ജോസഫ് തൊടുപുഴയിൽ മത്സരിക്കുന്ന സാഹചര്യത്തിൽ മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്നുള്ള സൂചന തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും കേൾക്കുന്നത്. വിനീത, ശരി, ഏതായാലും ചർച്ചകൾ ഇങ്ങനെ നടക്കുകയാണ്. പിന്തുടർച്ചാവകാശ തർക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. PJ ജോസഫിന് ശേഷം നേതൃത്വം ആർക്ക് എന്നതിലാണ് തർക്കം. അബു ജോൺ ജോസഫ് മത്സരിക്കണമെന്ന ആവശ്യവും ശക്തം തന്നെയാണ്. മോൻസ് വിഭാഗം അത്തരം ഒരു ആവശ്യം ഉയർത്തുകയും ചെയ്യുന്നു. ലേബി സജീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.